ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഈദ് വ്ളോഗാട്ടോ. കുറേ ദിവസമായി പോസ്റ്റ് ചെയ്യാനിങ്ങനെ നിൽക്കുന്നു, പക്ഷേ അതിന് മുമ്പത്തെ വീഡിയോസ് ഉള്ളതുകൊണ്ടാണ് ഇതൊന്ന് ലേറ്റ് ആയത് കേട്ടോ. അപ്പം ഈദിൻ്റെ തലേ ദിവസം ഡ്രസ്സൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ച സമയത്താണ് ശ്രദ്ധിച്ചത് മക്കളുടെ ഡ്രസ്സൊന്നും അയൺ ചെയ്തിട്ടില്ല. എൻ്റെ അടുത്താണെങ്കിൽ അയൺ ബോക്സ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ തൊട്ടടുത്ത് നാത്തൂൻ്റെ വീടായതുകൊണ്ട് തന്നെ അവിടേക്ക് പോയി. എൻ്റെ വീട്ടിലോട്ടും പോവാം. എൻ്റെ വീട്ടിൽ പിന്നെ ഉമ്മക്ക് ഓരോ തിരക്കിലായിരുന്നു, അപ്പം എവിടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു, ഹോസ്പിറ്റലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് പിന്നെ ഞാൻ നാത്തൂൻ്റെ വീട്ടിലാണ് പോയത്. അപ്പം അവിടെ എത്തിയപ്പം അവിടെ ഇലയുടെ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് സ്പെഷ്യലായിട്ട്. പെരുന്നാൾ തലേന്നൊക്കെ ഉണ്ടാക്കുമല്ലോ ഇലയുടെ, അപ്പോൾ അതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ പെരുന്നാളിന് നാത്തൂൻ്റെ സ്പെഷ്യൽ ഐറ്റമാണ് ഫ്രൂട്ട് സലാഡ്, കസ്റ്റർഡ് ഉണ്ടാക്കും. അന്ന് ഒരുപാട് ആൾക്കാർ അവിടെ വീട്ടിൽ വരുന്നതാണ്, നാത്തൂൻ്റെ വീട്ടിൽ. ചെറിയ സിസ്റ്റർ കേട്ടോ. അപ്പോൾ നാത്തൂൻ്റെ മാസ്റ്റർ പീസാണ് ഈ കസ്റ്റർഡ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് ഉണ്ടാക്കുന്ന തയ്യാറെടുപ്പിലാണ്. പിന്നെ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അയൺ ചെയ്യാൻ പോയതാണ്. പിന്നെ എല്ലാവരും കൂടി അവിടെ നിന്ന് സംസാരമൊക്കെ ആയി. നമ്മൾ പോയത് 10 മണിക്ക് ശേഷം എങ്ങാനുമാണ്. പിന്നെ വേറൊരു ഡ്രസ്സ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് മക്കൾക്കുള്ള ഡ്രസ്സ് ഞാൻ UAE നിന്ന് വരുമ്പോൾ തന്നെ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിൽ എനിക്കും റീനുവിനും റോസുവിനും റോഹിക്കൊക്കെ ഒരേപോലത്തെ ഡ്രസ്സാണ്, ട്വിന്നിങ് ഡ്രസ്സായിരുന്നു റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. അതിൽ ഇവിടെ വന്നപ്പോഴാണ് ശ്രദ്ധിച്ചത് റൂഹിൻ്റെ ഡ്രസ്സ് തല കൊള്ളുന്നില്ല, ജിബ് കുറച്ച് ടൈറ്റായിപ്പോയി. അത് ലാസ്റ്റ് മൊമെൻറ്റിലാണ് നോക്കിയത്. അപ്പോൾ പിന്നെ റൂഹി ഡ്രസ്സ് ഇടാത്തതുകൊണ്ട് തന്നെ ഞാനും അതിട്ടില്ല. എല്ലാവരും ഒരേപോലെ ആക്കണ്ടെന്ന് വിചാരിച്ചു. പിന്നെ ഞാനും റോസും റീനും ഒക്കെ ഒരേപോലെ ഇട്ടിട്ട് പിന്നെ റൂഹിമോൾ മാത്രം വേറെ ഇടുമ്പം എന്തോ പോലെയല്ല. അപ്പോൾ ഞാനും റൂഹിയും അതിട്ടില്ല, റീനും റോസും ആ ഡ്രസ്സ് ഇട്ടു. അപ്പോൾ ഇതാണ് ഡ്രസ്സ്. പിന്നെ ഇത് ഐഷാസ് മോഡസ്റ്റിലെ നമ്മളെ ട്വിന്നിങ് ഡ്രസ്സ് തന്നെയാണ്. പക്ഷേ ഞാനിപ്പോൾ നാട്ടിലായതുകൊണ്ടും പിന്നെ എനിക്കിപ്പം ഇതിൻ്റെ പുറകെ നടക്കാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ടും ഞാനിപ്പം ഐഷാസ് മോഡസ്റ്റ് 2-3 മാസത്തേക്ക് ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ഇതിലൂടെ ഒന്ന് അറിയിക്കുകയാണ്. ഒരുപാട് ആൾക്കാർ എൻക്വയറി ഇപ്പോഴും ചെയ്യുന്നുണ്ട് ഡ്രസ്സിനായിട്ട്. പക്ഷേ ഇപ്പം അത് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കതിൻ്റെ പുറകെ നടക്കാനുള്ള സമയമില്ല. ഞാനിപ്പോൾ നാട്ടിലുമാണ്. ഇനി ഞാൻ ചിലപ്പം അത് നാട്ടിൽ സെറ്റാക്കും. അപ്പം UAE നിന്ന് ഇങ്ങോട്ടേക്ക് ഡ്രസ്സ് ഇറക്കിയിട്ട് നാട്ടിൽ സെറ്റാക്കാൻ, നാട്ടിൽ നിങ്ങൾക്ക് വന്ന് നോക്കാൻ പറ്റുന്ന രീതിയിൽ ഇൻഷാ അല്ലാഹ് ഞാൻ സെറ്റാക്കാനുള്ളൊരു പ്ലാനിലുണ്ട്. അത് കുറച്ച് സമയം എടുക്കും, 2-3 മാസം എന്തായാലും എടുക്കും ഇൻഷാ അല്ലാഹ്. പിന്നെ നമ്മൾ നേരെ തിരിച്ച് ഫ്ലാറ്റിലോട്ട് തന്നെ പോകുന്ന വഴി കുറച്ച് സ്വീറ്റ്സും കൂടി വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഈദല്ലേ. 1 2 ഒക്കെ ഉണ്ടോ? എന്തൊരു എക്സ്പ്രഷനാണ്. എന്താണ് എവിടുക്ക? ഓ മൈ ഗോഡ്, നോക്കട്ടെ ഉയി നോക്കട്ടെ. പിന്നെ റോയിമോൾക്ക് വേറെ ഡ്രസ്സ് എടുക്കും വേണമല്ലോ, അപ്പോൾ അത് ഡ്രസ്സ് എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഡ്രസ്സ് എടുത്തു, പിന്നെ അത് ഇട്ട് നോക്കി. നാത്തൂൻ്റെ വീട്ടിൽ നിന്നാണ് ഇട്ട് നോക്കിയത്. പിന്നെ ആ ഡ്രസ്സും കൊണ്ടാണ് ഇപ്പം റോയിമോൾ നടക്കുന്നത്, അത് അഴിക്കാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. ലേറ്റായിട്ടുണ്ടായിരുന്നു വീട്ടിലെത്തിയപ്പോഴേക്കും. പിന്നെ ഇതാ ഏർലി മോർണിംഗ് അങ്ങനെ നമ്മൾ ഈദ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത്. പിന്നെ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഞങ്ങൾ ഈദ് തറവാട് വീട്ടിലാണ്, അതായത് ഇക്കാൻ്റെ സെക്കൻഡ് ബ്രദറിൻ്റെ വീട്ടിലാണ് ഫുഡൊക്കെ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളിവിടെ ഫ്ലാറ്റിൽ കൂടുന്നില്ല, അവിടെ എല്ലാം ഉമ്മ ഉള്ളത്. അപ്പോൾ ഉമ്മാൻ്റെ അടുത്തേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട്. അപ്പം അതിന് മുമ്പ് നമ്മൾ അവിടെ ഇക്കാൻ്റെ വീടിൻ്റെ അടുത്ത് ഈദ്ഗാഹ് ഉണ്ട്, അപ്പോൾ അവിടേക്ക് എത്തണം. അപ്പം ഏർലി മോർണിംഗ് തന്നെ എല്ലാവരും റെഡിയാക്കിയതാണ് ഈ റൂമുള്ള ഡ്രസ്സ് കേട്ടോ. അത് തലേ ദിവസം വാങ്ങിച്ചതായിരുന്നു. അപ്പം തലേ ദിവസത്തെ ആ ഒരു ഫോട്ടോയിലല്ല, വീഡിയോയിലും കാറിലുണ്ടായിരുന്ന വീഡിയോ ഉണ്ടായിരുന്നല്ലോ, അതിലും ഈ ഡ്രസ്സ് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നത്. അത് ഇട്ട് നോക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ ഏർലി മോർണിംഗ് ഈദ്ഗാഹിനായിട്ട് പോവുകയാണ്. ശരിക്കും എനിക്കും മക്കൾക്കും ഒരേപോലത്തെ ഡ്രസ്സായിരുന്നു റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത് പെരുന്നാൾക്ക് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ റൂമിലത്തെ സെറ്റ് ആവാത്തതുകൊണ്ട് തന്നെ എനിക്കൊരു മൂഡുണ്ടായിരുന്നില്ല ഇടാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനും എൻ്റെ മുമ്പത്തെ ഒരു അബായ ഉണ്ടായിരുന്നല്ലോ, ഇതും ഞാൻ നമ്മുടെ ഐഷാസ് മോഡസ്റ്റ് അബായ തന്നെയാണ്, അതാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. വേറെ ഇപ്പോൾ ഈ മഴയൊക്കെ കാരണം എനിക്ക് എന്താ പറയുക, അങ്ങനത്തെ ഇടാൻ തോന്നിയില്ല. അപ്പോൾ പുതിയ ഡ്രസ്സ് ഞാൻ ഇട്ടില്ല. അപ്പോൾ റീനു റോസ് മാത്രമേ അത് ഒപ്പിച്ചിട്ടിട്ടുണ്ടായിരുന്നുള്ളൂ.
അങ്ങനെ ഞങ്ങളിതാ ഈദ്ഗാഹിൻ്റെ അവിടെ എത്തി. പിന്നെ ഈദ്ഗാഹിൻ്റെ അവിടുത്തെ വിശേഷങ്ങളും ഞാൻ അധികം എടുത്തിട്ടില്ല കേട്ടോ. സാധാരണ എല്ലാ വീഡിയോസിലും കാണിക്കാറുണ്ട്. പിന്നെ ഇവിടുന്ന് പിന്നെ ഞാൻ അങ്ങനെ എടുക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈദ്ഗാഹ് വിശേഷങ്ങൾ. എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളെ റിലേറ്റീവ്സ് ആണെങ്കിലും പിന്നെ അതുപോലെ നെയ്ബേഴ്സ് ആണെങ്കിലും അങ്ങനെ കുറേ ആൾക്കാർ അവിടെ നിന്ന് കണ്ടിരുന്നു. പിന്നെ നമ്മൾ ഈദ്ഗാഹ് കഴിഞ്ഞ പാടന്നെ അവിടെ ലഡു വിതരണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും ലഡു ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളും ലഡു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് പിന്നെ എടുത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി അവിടെ ലഡു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അത് വീട്ടിലോട്ടെടുത്തു. പിന്നെ നിങ്ങളെന്തായാലും ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് വരെ കാണണം കേട്ടോ. കാരണം ഇൻട്രോ വീഡിയോ ഞാനിതിൽ കൊടുക്കാത്തതുകൊണ്ട് തന്നെ ലാസ്റ്റിലുള്ള കാര്യങ്ങളൊന്നും കാണുന്നുണ്ടാവില്ല നിങ്ങൾ. അപ്പം എന്തായാലും നിങ്ങൾ ഇത് കാണാണ്ടിരിക്കരുത്. എന്താണെന്ന് വെച്ചാൽ ഇതിൽ എനിക്ക് സന്തോഷമുള്ള 2 കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് എന്തായാലും കാണാം കേട്ടോ. പിന്നെ അങ്ങനെ ഞങ്ങൾ നേരെ ബ്രദറിൻ്റെ വീട്ടിലോട്ടെത്തി. ഫുഡൊക്കെ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാവരും ഒന്ന് ഫോട്ടോ ഒക്കെ ഒന്ന് എടുക്കുകയാണ്. പിന്നെ മഴ ഉണ്ടാവും എന്ന് വിചാരിച്ച് ദിവസമായിരുന്നു. പക്ഷെ അധികം ഉണ്ടായിരുന്നില്ല. നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. പുറത്തൊന്നും നിൽക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനായിരുന്നു. പക്ഷേ മഴ ആ ഒരു സമയത്ത് മഴ പെയ്യുകയാണെങ്കിൽ നമുക്ക് എവിടേക്കും പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനായിരിക്കും. അപ്പം മഴ ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്താ പറയുക, നല്ല കൂളായിട്ട് നമ്മൾ ഇതൊക്കെ നടന്നു. എല്ലായിടത്തും പോകാനൊക്കെ പറ്റി. മഴയൊക്കെ ആകുമ്പോൾ എവിടേക്കും പോകാനൊരു മൂടൊന്നും ഉണ്ടാവില്ല പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട്. പിന്നെ നാത്തൂൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഇലയുടെ കേട്ടോ, അത് ചായൻ്റെ കൂടെ എല്ലാവരും കുടിച്ചു. പിന്നെ ഇതാ ബിരിയാണി, കുട്ടൻ ബിരിയാണി ആയിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ ആട് വരട്ടിയത്, പിന്നെ ചിക്കൻ ഫ്രൈ, അതൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ പെരുന്നാൾ ചോറ് കുറച്ച് നേരത്തെ കഴിക്കണമല്ലോ. കുറച്ച് നേരത്തെ എന്നല്ല, നേരത്തെ തന്നെ കഴിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം ഒന്ന് വിളമ്പി. സാധാരണ നമ്മൾ പെരുന്നാൾ ചോറ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ വീട്ടിലോട്ട് പോകലാണ് പതിവ്. പക്ഷേ ഇത്തവണ ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. അവിടെ എല്ലാവർക്കും പനിയുണ്ട്, ചെറിയ പനിയൊക്കെ ഉണ്ട്. അപ്പം ഇക്കാക്ക് ഇനിയിപ്പം അത് പകരണ്ട എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല. ഉപ്പിമ്മയൊക്കെ പറഞ്ഞു നമ്മൾക്കത് കഴിഞ്ഞിട്ട് വരാമെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെരുന്നാൾക്ക് അവിടെ പോകാൻ പറ്റിയില്ല. ഒരു വിഷമം. കാരണം എല്ലാ പ്രാവശ്യവും പെരുന്നാൾക്ക് നമ്മൾ ഇവിടുന്ന് ഹസ്ബൻഡ് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ നമ്മളെ വീട്ടിലോട്ടൊന്ന് പോകുമല്ലോ. എല്ലാ ദിവസവും പോകുന്ന പോലെയല്ലല്ലോ അന്ന് പോകുന്നത്. പക്ഷെ അന്ന് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇവിടെ തന്നെ ആയിരുന്നു. ഇക്കാൻ്റെ വീട്ടുകാർ മൊത്തം മാത്രമായിരുന്നു ഇപ്രാവശ്യത്തെ ഈദ്. എൻ്റെ വീട്ടുകാരതിൽ കാണുന്നുണ്ടാവില്ല ഈ ഒരു വ്ളോഗിൽ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ മാംഗോ പുഡിങ്ങൊക്കെ കഴിച്ചു. പിന്നെ ഇക്കാൻ്റെ വീട്ടുകാരൊക്കെ കാണാൻ പോയി കേട്ടോ. ഇക്കാൻ്റെ മൂത്ത സിസ്റ്റർ ഹജ്ജിന് പോയതായിരുന്നു, സിസ്റ്ററും ഹസ്ബൻഡും കൂടി. ഇപ്പം മക്കളാണ് ഇവിടെ ഉള്ളത്. അവരുടെ വീട്ടിലോട്ടാണ് പോയിട്ടുള്ളത്. മതിൽ കണ്ടോ, മതിൽ പൊളിച്ചിട്ടതൊക്കെ ഇപ്പോൾ ഒരു ഇരിങ്ങാവൂർ ഭാഗത്ത് ഇങ്ങനെ മതിൽ പൊളിച്ച ഇതൊക്കെ ന്യൂസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പം എൻ്റെ നാത്തൂൻ്റെ വീട്ടിലെ മതിലാണ് പൊളിച്ചത്, റോഡ് പണി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട്. അപ്പം അതിപ്പോഴും അവിടെ കിടക്കുകയാണ്. അവർ ഹജ്ജിന് പോയിട്ടുണ്ട് കേട്ടോ. അപ്പം മക്കളൊക്കെ കണ്ടു. പിന്നെ അവിടെ കുറച്ച് നേരം നിന്നു. പിന്നെ എല്ലാവരും നമ്മൾ സാധാരണയായിട്ട് ഇങ്ങനെ ഈദ്ഗാഹ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങളെല്ലാവരും എല്ലാ വീടുകളിലും സന്ദർശിക്കാറുണ്ട്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ അവിടുന്ന് വേറെയും ഇക്കാൻ്റെ കുറച്ച് റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ പോയിട്ടുണ്ടായിരുന്നത് നേരെ സിസ്റ്ററുടെ വീട്ടിൽ, രണ്ടാമത്തെ സിസ്റ്ററുടെ വീട്ടിൽ കേട്ടോ. ഞങ്ങൾ തലേന്നും കൂടി പോയിട്ടേ ഉള്ളൂ. എന്നാലും പെരുന്നാളിനൊരു സ്പെഷ്യൽ പോക്ക് എല്ലാവരും പോകാറുണ്ടാവല്ലോ. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി അവിടെ പോയി. പിന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വന്നത്. ഇവിടെ എത്തിയപ്പം ഇവിടെ മന്തി കണ്ടപ്പോൾ എല്ലാവരും പിന്നെ അതിൻ്റെ പുറകെയായി. മന്തിയും ഫ്രൂട്ട് സലാഡല്ല കസ്റ്റർഡ്. അപ്പം ഈ മന്തി റെസിപ്പി ഐഷസ് കിച്ചൻ മന്തി റെസിപ്പി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വെറുതെ പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. മന്തിയും ചിക്കൻ മന്തിയും ബീഫ് വരട്ടിയതും. അപ്പോൾ ഇതാ വീട്ടിൽ നിന്ന് കഴിച്ച് വന്നവരൊക്കെ വീണ്ടും ഇതാ അടുത്ത ട്രിപ്പ് എടുക്കുന്നുണ്ട് കഴിക്കാൻ. അങ്ങനെ അവിടുന്ന് വീണ്ടും നേരെ ഇക്കാക്കൻ്റെ വീട്ടിൽ തന്നെ എത്തി. കാരണം എൻ്റെ വീട്ടിലേക്ക് പോകാൻ പറ്റില്ലല്ലോ, അവിടെ പനിയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുൾ ടൈം ഇവിടെ തന്നെ ആയിരുന്നു സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരുമാതിരി നോക്കിയിട്ട് അമ്മ ഫോട്ടോ എടുത്തരാം. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാവരും ഇങ്ങോട്ടേക്ക് വന്നു. തറവാട് വീട്ടിലെല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും വരവും പോക്കും സംസാരിച്ചിരിക്കലും എല്ലാം കൂടി ആയിട്ട് നല്ല കളർഫുള്ളായിട്ടുള്ളൊരു ഈദ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ലഡു ഈദിന് വാങ്ങിച്ചിട്ടുള്ള ലഡു ഉണ്ടല്ലോ, അതിപ്പോഴാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ വരുന്നവർക്കൊക്കെ സ്വീറ്റ്സ് കൊടുത്തു. പിന്നെന്താ, അന്ന് ഇത്തിയും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇത്താൻ്റെ വീട്ടിലോട്ട്.
എനിക്ക് ഒരുപാട് ഗിഫ്റ്റ്സ് കിട്ടിയിട്ടുണ്ടെങ്കിലും ഈ ഒരു ഗിഫ്റ്റ് എനിക്ക് വളരെ വളരെ സ്പെഷ്യലാണ്. കാരണം എൻ്റെ അടുത്ത് ഇതുവരെ ഇല്ലാത്തൊരു പാത്രങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ബ്രോൺസ് അല്ലെങ്കിൽ ഓട് പാത്രങ്ങൾ. അതിൻ്റെ ബെനിഫിറ്റ്സും അതിൻ്റെ ഗുണങ്ങളും എല്ലാം നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്നുണ്ടാവും. ഞാൻ പ്രത്യേക എക്സ്പ്ലനേഷനൊന്നും ആവശ്യമില്ല. അപ്പം ഇതുപോലത്തെ പാത്രങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ എപ്പോഴും നല്ല സ്റ്റോറിൽ നിന്ന് തന്നെ വാങ്ങിക്കാൻ നോക്കുക. നല്ല നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സ് കിട്ടുള്ളൂ. എനിക്കിപ്പം ഈ പ്രൊഡക്ട്സ് ഒക്കെ അയച്ചു തന്നിട്ടുള്ളത് മാനാർ ക്രാഫ്റ്റ് എന്ന് പറഞ്ഞുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് കേട്ടോ. അവർക്ക് വേൾഡ് വൈഡ് ഡെലിവറി ഉണ്ട്. അതുപോലെ അവരുടെ പാക്കിംഗ് ഒക്കെ ഉണ്ടോ, നല്ല അടിപൊളി പാക്കിംഗ് ആണ്. കൂടാണ്ട് ഇവരുടെ അടുത്തുള്ള പാത്രങ്ങളുണ്ടല്ലോ, സാധാരണ ഉരുളി അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളല്ലാണ്ട് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ബ്രോൺസിൻ്റെയും ബ്രാസിൻ്റെയും ഒക്കെ പാത്രങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എനിക്കിപ്പോൾ സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളത് ബ്രോൺസിൻ്റെ കേട്ടോ, ഓട് പാത്രങ്ങളാണ്. പിന്നെ ബ്രാസ് ഐറ്റംസ് അങ്ങനത്തെ കുറേ കളക്ഷൻസൊക്കെ ഉണ്ട്. നിങ്ങൾ അവരുടെ പേജ് നോക്കിയാൽ മനസ്സിലാവും. അപ്പം ആദ്യം നമ്മൾ അൺബോക്സ് ചെയ്തിട്ടുള്ളത് ബ്രോൺസ് നല്ലൊരു കടായാണ്. 10 ഇഞ്ചിൻ്റെ കടായി കേട്ടോ. അപ്പം പല സൈസിലുള്ള കടായി അവൈലബിൾ ആണ്. ഇതിപ്പോൾ 10 ഇഞ്ചിൻ്റെ കടായാണ്. നല്ല എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ പാത്രങ്ങളിൽ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതുവരെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിപ്പം ഹൗസ് വാമിങ് റിലേറ്റഡ് ആയിട്ട് എനിക്ക് കിട്ടിയ നല്ലൊരു ഗിഫ്റ്റാണ്. നല്ല അത്യാവശ്യം വെയിറ്റാണ്. പിന്നെ ഇതുപോലത്തെ പാത്രങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള നല്ല സ്റ്റോറിൽ നിന്ന് തന്നെ വാങ്ങിക്കാൻ ഞാൻ പ്രത്യേകം പറയാൻ കാരണം പല ക്വാളിറ്റി പ്രൊഡക്ട്സും അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റും. അടുത്തത് ബ്രോൺസിൻ്റെ നല്ലൊരു അപ്പച്ചട്ടിയാണ്. 9.5 ഇഞ്ചാണ് വരുന്നത് കേട്ടോ. അതിലും പല സൈസും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അവരോട് ചെക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. പിന്നെ ഞാനിവിടെ വാട്സപ്പ് നമ്പർ കൊടുക്കാം, അവരെ കോൺടാക്ട് ചെയ്യാനുള്ള. പിന്നെ അതുപോലെ നിങ്ങൾക്ക് വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. വെബ്സൈറ്റ് ത്രൂ ഓർഡർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. ഐഷ 8 എന്ന് പറഞ്ഞിട്ടുള്ള കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ കേട്ടോ. ഞാനിവിടെ കൊടുക്കാം. ബ്രോൺസിൻ്റെ അല്ലെങ്കിൽ ഓട് പാത്രങ്ങളിൽ കൂടുതലും കണ്ടുവരുന്ന ഒരു സംഭവമാണ് ഉരുളി. ഇതിപ്പം ഉരുളിയാണ്, 11 ഇഞ്ചാണ് വരുന്നത്. പിന്നെ ബ്രോൺസ് പാത്രങ്ങളുടെ ബെനിഫിറ്റ്സ് ഒക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അതായത് ഇതിൽ കുക്ക് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ നമ്മൾ എന്താണോ കുക്ക് ചെയ്യുന്നത് അതിൻ്റെ ന്യൂട്രീഷൻ വാല്യൂ നമുക്ക് എന്താ പറയുക നഷ്ടപ്പെടാണ്ട് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് മറ്റ് പാത്രങ്ങൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ. പിന്നെ ഈ പാത്രങ്ങളൊക്കെ നമുക്ക് ലൈഫ് ടൈം യൂസ് ചെയ്യാൻ പറ്റും, കേടാവില്ല, നഷ്ടമാവില്ല. ഇത് വാങ്ങിക്കുമ്പോൾ നമ്മൾ അത്യാവശ്യം പൈസ കൊടുത്തിട്ട് തന്നെ വാങ്ങിക്കേണ്ടി വരും. പക്ഷെ നമുക്ക് ലൈഫ് ലോങ് യൂസ് ചെയ്യാം, തലമുറകളോളം നമുക്ക് കൈമാറാൻ പറ്റുന്ന പാത്രങ്ങളാണ്. ഗോൾഡൊക്കെ വാങ്ങിക്കുന്ന പോലെ നല്ലൊരു അസറ്റായിട്ട് നമ്മൾ ഈ ഒരു പാത്രങ്ങളെ കണക്കാക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ നീർദോശയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ലോങ് ഹാൻഡിൽ തവയാട്ടോ. ഇതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്കിത് കൂടുതലും യൂസ്ഫുൾ ആവുന്നത് ഈ പാത്രമായിരിക്കും മിക്കവാറും. കാരണം ഡെയിലി നമ്മൾ നീർദോശയെല്ലാം ഉണ്ടാക്കുന്നത്. പിന്നെ ഇതെല്ലാതും ബ്രോൺസ് പാത്രങ്ങളാട്ടോ. അത് ഞാൻ വീണ്ടും എടുത്ത് പറയാൻ കാരണം ബ്രാസിൻ്റെ ഉണ്ട്, ബ്രോൺസിൻ്റെ ഉണ്ട്. ഞാനിപ്പം കാണിച്ചിട്ടുള്ളത് ബ്രോൺസിൻ്റെ പാത്രങ്ങളാണ്. പിന്നെ ബ്രോൺസിൻ്റെ സിംഗിൾ ഹാൻഡിൽ ദോശത്തവ കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത്. അത് നമ്മൾ ഗീ റോസ്റ്റൊക്കെ ഉണ്ടാക്കൂലേ, അത് ഈ കാണിക്കുന്നത്. മറ്റ് കുക്ക് വേസിനെ അപേക്ഷിച്ച് നോക്കുമ്പം ഈ ബ്രോൺസ് പാത്രങ്ങളുടെ ബെനിഫിറ്റ്സ് വളരെയധികം കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. അതിൽ മെയിനായിട്ട് പറയുകയാണെങ്കിൽ നോൺ ടോക്സിക് ആണ്, കെമിക്കൽ ഫ്രീ കുക്കിങ്ങിനായിട്ട് ബെസ്റ്റാണ് ഈ ബ്രോൺസ് പാത്രങ്ങൾ. അതായത് ഹൈ ടെമ്പറേച്ചറിൽ നമുക്ക് കുക്ക് ചെയ്താലും ഹെൽത്തിയാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള പുട്ടുകൂടാണ് അടുത്തത്. കണ്ടില്ലേ, ഇങ്ങനത്തെ പുട്ടുകൂടൊക്കെ നമ്മൾ ബ്രോൺസിലൊക്കെ കിട്ടുകയാണെങ്കിൽ അത് ഭയങ്കര ഒരു എന്താ പറയുക, നമ്മൾ വീട്ടിൽ വെറുതെ ഒരു ഡെക്കോർ പീസായിട്ട് വെക്കാനെങ്കിൽ ഭയങ്കര അടിപൊളിയല്ലേ. പിന്നെ എനിക്ക് തോന്നുന്നു ഹൗസ് വാമിങ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ഇതുപോലത്തെ പാത്രങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ലൈഫ് ലോങ് യൂസ് ചെയ്യാൻ പറ്റും. അതായത് കേടാവില്ല. മറ്റ് പാത്രങ്ങളൊക്കെ നമ്മൾ മറ്റ് സാധനങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ അതൊരു 1-2 വർഷം കഴിഞ്ഞാൽ കേടായി പോവില്ലേ. പക്ഷെ ഇത് കേടാവില്ലല്ലോ. അപ്പം അത്രയും നമ്മുടെ ഓർമ്മകൾ അവരുടെ വീട്ടിൽ നിൽക്കുവാണ്. അപ്പോൾ ഇതൊന്നും കൂടാണ്ട് ഒരു തവിയുണ്ട്, ചട്ടുകുണ്ട്, 2 സ്പൂണുകളുണ്ട് കേട്ടോ. ഇതൊക്കെ എന്തായാലും ഇത് കൂടാണ്ട് വേറെയും കുറേ പ്രൊഡക്ട്സ് ഉണ്ട് കേട്ടോ. പ്ലേറ്റുകൾ, അങ്ങനെ കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അവരുടെ പേജും ചെക്ക് ചെയ്ത് നോക്കാം. പേജിൻ്റെ പേര് മാനാർ ക്രാഫ്റ്റ് കേട്ടോ. നമ്മൾ പലരും ഈ പാത്രങ്ങൾ വാങ്ങിക്കാത്തതിൻ്റെ മെയിൻ റീസൺ ഇതിൻ്റെ കോസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് നോക്കരുത്, കാരണം ഇതിൻ്റെ ബെനിഫിറ്റ്സ് നോക്കുക. അതുപോലെ തന്നെ നമുക്കിത് കാലാകാലം യൂസ് ചെയ്യാൻ പറ്റും, ഇത് കേടാവുന്നില്ല. ഇനി ഇത് കൊടുക്കുമ്പോൾ നമുക്ക് പൈസ കിട്ടുന്നുണ്ട്. അപ്പം നമ്മൾ മറ്റ് കുക്ക് വേസ് ഒന്നും കൊടുത്താൽ പൈസ കിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതും കൂടി നമ്മൾ ആലോചിക്കണം. അപ്പോൾ ഹെൽത്തിയാണ്, അതുപോലെ തന്നെ നമുക്കിതൊരു അസറ്റും കൂടിയാണ്. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് വേണം വാങ്ങിക്കാൻ. ബ്രോൺസിൻ്റെ ഒത്തിരി പ്രൊഡക്ട്സ് ഉണ്ട് കേട്ടോ. അവരുടെ പേജിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മാനാർ ക്രാഫ്റ്റ് ഇൻസ്റ്റാഗ്രാം പേജ് ചെക്ക് ചെയ്യുക കേട്ടോ. കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഞാൻ അവിടെ കൊടുക്കാം. പിന്നെ അടുത്തത് ഷെയർ ചെയ്യാനുള്ളത്, നമ്മുടെ സ്റ്റൗവ് ഒന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ തറവാട് വീട്ടിലുണ്ടായിരുന്ന സ്റ്റൗവ് ഒന്ന് ഫിക്സ് ചെയ്യാൻ നോക്കി, പക്ഷെ അത് കേടായിപ്പോയി. ഫിക്സ് ചെയ്യുന്ന സമയത്ത് കേടായിപ്പോയി. അപ്പോൾ ഇനി അത് നന്നാക്കാനായിട്ട് നമ്മൾ ഒരു സ്ഥലം വരെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ ഞാനിതിപ്പം ഇവിടെ കൊടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നന്നാക്കാനായിട്ട് പോയപ്പം എനിക്ക് ഉണ്ടായൊരു അനുഭവം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് സന്തോഷം തോന്നിയൊരു ദിവസമായിരുന്നു കേട്ടോ. അത് ഇന്ന് സംഭവിച്ചതാണ്. അപ്പോൾ അത് ഞാനിതിൻ്റെ കൂടെ ഷെയർ ചെയ്യാം. പുതിയങ്ങാടി ഭാഗത്താണ് ഞാനത് നന്നാക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്തൊരു സ്കൂൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ കുറച്ച് നേരം വണ്ടിയിലിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ വെറുതെ ഇങ്ങനെ നോക്കിയപ്പോഴാണ് കുറേ കുട്ടികൾ ജനലിൻ്റെ അകത്തൂടെ എന്നെ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഗ്ലാസ് താഴ്ത്തി നോക്കിയപ്പോഴാണ് ആ ഒരു ഇത് കണ്ടത്. എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി. ഇവിടെയാണ് ഞങ്ങൾ സ്റ്റൗ എടുത്ത് അതിനടുത്ത് തന്നെ ഇക്ക പാർക്ക് ചെയ്തിട്ട് ഞാനവിടെ വണ്ടിയിലിരിക്കുന്നു. ഞാൻ കുറേ കഴിഞ്ഞിട്ട് അത് ശ്രദ്ധിച്ചത്. ആദ്യം ഒരു മോളാണ് എന്നെ കണ്ടത് കേട്ടോ. പിന്നെ ഇങ്ങനെ നോക്കിയപ്പോഴാണ് കുറേ പേര് വന്നതും വല്ലാത്തൊരു ഫീലിങ്സ് ആയിരുന്നു. Okay. ശരിക്കും അത്രയും ദൂരത്തുനിന്ന് അവരെന്നെ മനസ്സിലാക്കി. ഞാനാണെങ്കിൽ ഒരു നോർമൽ കോലത്തിലാണ് ഇരിക്കുന്നതൊക്കെ, എന്നിട്ടും അവർക്ക് മനസ്സിലായെങ്കിൽ അവർ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവരായിരിക്കും. എന്തായാലും ഒരുപാട് സന്തോഷം. നല്ലൊരു ഡേ ആയിരുന്നു. എന്തായാലും വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോ മറ്റു വ്ളോഗുമായിട്ടൊക്കെ വരുന്നതായിരിക്കും. ബൈ, താങ്ക് യു.